ഈ വെബ് സീരീസിനെ കുറിച്ച് എന്ത് അഭിപ്രായം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പും ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ നിങ്ങൾ അടിപൊളി പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. ഈ വെബ് സീരീസിൽ ഓരോ വേഷങ്ങൾക്കും ആരെ ചൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ വെബ് സീരീസിന്റെ ഒരു വിജയത്തിന്റെ വലിയൊരു ഘടകമാണ്. അത് നിങ്ങൾ വെബ് സീരീസ് കണ്ടു തിരിച്ചറിയേണ്ടതാണ്. ഇപ്പം ഞാൻ പറയുന്നില്ല. ഹലോ ഹായ് നമസ്കാരം. ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന വെബ് സീരീസാണ് സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ. മലയാളത്തിലാണ് റിലീസായിട്ടുള്ളത്. മറ്റു ഭാഷകളിലും ഡബ്ഡ് വേർഷൻ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം ശ്രദ്ധിച്ചിട്ടില്ല. മലയാളത്തിലാണ് ഞാനും കണ്ടത്. ഒരുപാടൊന്നും വലിച്ചു നീട്ടി പറയുന്ന കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കണ്ടിരിക്കാവുന്ന ഒരു ഡീസൻറ്റ് സൈക്കോളജിക്കൽ ത്രില്ലർ വെബ് സീരീസാണ് വിത്ത് വണ്ടർഫുൾ പെർഫോമൻസസ് ആൻഡ് അടിപൊളി ടെക്നിക്കൽ വിഭാഗം. പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്ക്രീനിൽ ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റം ഉപയോഗിച്ച് ഹെഡ്ഫോൺസിലൊക്കെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ എറണാകുളത്ത് വെച്ച് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. തിയേറ്ററിലായിരുന്നു. അപ്പോൾ ഈ 6 എപ്പിസോഡും തിയേറ്ററിൽ കാണാനുള്ള ഒരവസരം കിട്ടിയതാണ്. പക്ഷേ ഞാൻ എറണാകുളത്തില്ലായിരുന്നതുകൊണ്ട് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. വെബ് സീരീസ് കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് തിയേറ്ററിലായിരുന്നെങ്കിൽ കുറേയും കൂടി ഇമ്പാക്റ്റോടുകൂടി ഇത് കാണാൻ പറ്റുമെന്നായിരുന്നു. കാരണം അമ്മാതിരി നല്ലൊരു ഓഡിയോ വിഷ്വൽ ട്രീറ്റാണിത്. സുമേഷ് നന്ദകുമാർ സംവിധാനം ചെയ്തിട്ടുള്ള, വിനായക് ശശികുമാർ തിരക്കഥ എഴുതിയിട്ടുള്ള, മീന, വിനീത്, സഞ്ജന ദീപു, ഹക്കിം ഷാ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള, വിഷ്ണു ശ്യാം സംഗീതമൊരുക്കിയിട്ടുള്ള സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ. എനിക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് വെക്കാനുള്ളത് നമ്മുടെ എല്ലാ OTT പ്ലാറ്റ്ഫോംസിനോടും കൂടിയാണ്. കാരണം ഇവരൊരു ട്രെയിലർ റിലീസ് ചെയ്യുമ്പോൾ അതിനകത്ത് കഥയുടെ ആ ഒരു ഏകദേശ ഫ്ലോയിൽ തന്നെ ആയിരിക്കും ട്രെയിലറും ഉണ്ടാവുക. അപ്പോൾ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ഊഹിക്കുന്ന കാര്യമുണ്ട്. ഇതായിരിക്കും മിക്കവാറും എല്ലാ വെബ് സീരീസിൻ്റെയും ആദ്യത്തെ ഒരു 3 എപ്പിസോഡ് തന്നെ ഉണ്ടാവുക. ഈ കഴിഞ്ഞിടയ്ക്ക് Z5 മറ്റൊരു വെബ് സീരീസ് കണ്ടപ്പോഴും ട്രെയിലറിൽ കണ്ടിട്ടുള്ള അതേ കഥ തന്നെയാണ് എന്തോ സസ്പെൻസ് ഇടുന്നത് പോലെ ഇട്ടിട്ട് ഇവർ ആദ്യത്തെ 3 എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ട്രെയിലർ ഇറക്കുമ്പോൾ ഒന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ട്രെയിലർ ഇറക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇത് കാണുന്ന സമയത്തും ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു ബേസിക് സ്റ്റോറി ഉണ്ടല്ലോ, ഇതാണ് ഒരു 2-3 എപ്പിസോഡ് എടുത്ത് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതൊന്നും ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള, കാരണം വെബ് സീരീസ് എന്ന് പറയുമ്പോൾ ഇത്രയും സമയമുള്ളതുകൊണ്ട് വളരെ വിശദമായി സമയമെടുത്താണ് ഇവർ കാര്യങ്ങൾ പറയുക. ആ കാര്യങ്ങൾ ഓൾറെഡി ട്രെയിലറിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാര്യം അറിയാലോ, നിങ്ങൾ അടുത്തത് പറയൂ എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. സിനിമ അല്ലെങ്കിൽ വെബ് സീരീസ് സ്ലോയിൽ പോകുന്ന പോലത്തെ ഒരു തോന്നലുണ്ടാവും. എന്തായാലും റോസ്ലിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ ഒരു 17 വയസ്സുള്ള പെൺകുട്ടി, അവൾ ആവർത്തിച്ച് ഒരേ സ്വപ്നം തന്നെ കാണുകയാണ്. പച്ച കണ്ണുകളുള്ള ഒരാൾ അവളെ ആക്രമിക്കാൻ വരുന്നു, അവളുടെ കുടുംബത്തിനെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ളതാണ് ആ സ്വപ്നം. അത് സ്വപ്നമാണോ റിയാലിറ്റി ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്റ്റേജിൽ അവൾ നിൽക്കുമ്പോൾ ഒരു ദിവസം ആ പച്ച കണ്ണുകളുള്ള മനുഷ്യൻ അവളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വെബ് സീരീസിൽ കാണുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ദുരൂഹത അല്ലെങ്കിൽ എന്താണ് അടുത്തത് എന്ന് നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യത്തക്ക രീതിയിൽ ആ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് പോകാൻ വെബ് സീരീസിന് സാധിക്കുന്നുണ്ട്. ആ പ്രശ്നം എങ്ങനെയാണ് ആ പെൺകുട്ടിയെ സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും അതെന്താണ് എന്നറിയാനുള്ളൊരു അഭിവാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന രീതിയിലാണ് ഇതിൻ്റെ കഥ പറച്ചിൽ. എന്നാലും ഓൾറെഡി ട്രെയിലർ കണ്ട് കഥ അറിഞ്ഞതുകൊണ്ടായിരിക്കാം എനിക്കിത് ആദ്യത്തെ ഒരു 3 എപ്പിസോഡ് ഒരു സ്ലോ പേസിൽ പോകുന്ന പോലെ തോന്നി. 4ാമത്തെ എപ്പിസോഡ് മുതൽ ഒരു സ്പീഡ് കയറുന്നുണ്ട്. ലാസ്റ്റ് എപ്പിസോഡ് ഗംഭീരമായിട്ടുണ്ട്. അവിടുത്തെ പ്രകടനങ്ങളും അതുപോലെ ആദ്യത്തെ ഒരു 4-5 എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ചില ക്യാരക്ടേഴ്സിൻ്റെ ചില എക്സ്പ്രഷൻസിൻ്റെയൊക്കെ റീസൺ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും ലാസ്റ്റ് എപ്പിസോഡ് എനിക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നമ്മൾ ഈ പറയുന്ന ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പീക്ക് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതിൻ്റെ സൗണ്ടിങ് ആണ്. നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റം ഉപയോഗിച്ച് ഹെഡ്ഫോൺസ് വെച്ചു തന്നെ ഇത് കാണാനേ ഞാൻ പറയുള്ളൂ. ഈ പറയുന്ന ഡ്രീം എഫക്റ്റ് ഉണ്ടല്ലോ, അതുപോലെ പേടിപ്പിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഡ്രീമിൽ നിന്ന് തിരിച്ചു വരുന്നതും ആ ഒരു ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വന്നിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട്, നമുക്ക് കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിൽ സൗണ്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിൻ്റെ മ്യൂസിക് സൈഡ് വളരെ രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ഒരു വയലിൻ സംഭവമുണ്ട്. അതും നമുക്ക് ഈ പറയുന്ന പെയിൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് ആദ്യം ഫീൽ ചെയ്യുന്ന പോലെയല്ല അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഡബ്ബിങ് അതെനിക്ക് എടുത്തു പറയണമെന്ന് തോന്നി. സാധാരണ നമ്മൾ ഈ വെബ് സീരീസൊക്കെ കാണുന്ന സമയത്ത് ഈ ഡയലോഗ്സ് കേൾക്കുന്നത് ചില സമയത്ത് കുറഞ്ഞിരിക്കും, മ്യൂസിക് ചിലപ്പോൾ പീക്കിലിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു വിഷയമുണ്ട് OTTയിൽ കാണുമ്പോൾ. പക്ഷേ ഇത് ഞാൻ കാണുമ്പോൾ എനിക്ക് ഡയലോഗൊക്കെ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ സ്കോറും കാര്യങ്ങളും. ഞാൻ MacBook ാണ് കണ്ടത്. ഇതിൻ്റെ
ഇൻറ്റേർണൽ സ്പീക്കേഴ്സ് വെച്ചിട്ടാണ് കണ്ടത്. ഹെഡ്ഫോൺ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ പോലും എനിക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ വിഷ്വൽസ് ആണ്. നമ്മൾ വളരെ ഭംഗിയുള്ളൊരു ഫാമാണ് കാണുന്നത്, അല്ലെങ്കിൽ ഭംഗിയുള്ളൊരു പ്രദേശമാണ് കാണുന്നത്. ആനയിറങ്ങി എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്തിൻ്റെ ഭംഗിയും അവിടുത്തെ ഒരു തണുപ്പും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന, അങ്ങനെ അവരത് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ തണുപ്പിൽ ഉറഞ്ഞു കിടക്കുന്ന എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, ഇതിനകത്ത് എന്തൊക്കെയോ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന ആ ഒരു തോന്നൽ. അതുപോലെ റോസ്ലി എന്ന് പറയുന്ന പെൺകുട്ടി കാണുന്ന സ്വപ്നങ്ങൾ, അതിൻ്റെ ഒരു കോൾഡ് സ്വഭാവം, ഇതെല്ലാം നമുക്ക് വിഷ്വലി ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഗംഭീരമായിട്ടാണ്. സ്വപ്നം ടു റിയൽ ലൈഫ് ട്രാൻസിഷൻ പരിപാടികളും സ്വപ്നത്തിലെ അവളുടെ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചേക്കുന്നത്, അതിൻ്റെ ഒരു കളറിങ്ങും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ ഇതിൻ്റെ വിഷ്വൽ പരിപാടികൾ വളരെ ഗംഭീരമായിട്ടാണ് തോന്നിയത്. കോസ്റ്റ്യൂംസ് വളരെ നന്നായിട്ട് തോന്നി. നെക്സ്റ്റ് പെർഫോമൻസുകളാണ്. എല്ലാവരും ഗംഭീരമായിട്ട്, പ്രത്യേകിച്ച് വിനീത്, അദ്ദേഹത്തിൻ്റെ സിനിമയുടെ തുടക്കം മുതലുള്ള എക്സ്പ്രഷനും കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ ചില റിയാക്ഷൻ കൊടുക്കലുകൾ, ചില ഡയലോഗുകൾ, ഈ വെബ് സീരീസ് തീർന്നു കഴിയുമ്പോഴാണ് നമ്മൾ ആക്ച്വലി തിരിഞ്ഞൊന്ന് ആലോചിച്ച് തുടങ്ങുക. ഇയാളെ ഫുള്ള് നമ്മളൊന്ന് കണ്ടു നോക്കുക. ഓരോ ക്യാരക്ടേഴ്സിനെയും, ഹക്കിം ഷാ, മീന, സഞ്ജന ദീപു, ഇവരുടെ ഓരോരുത്തരുടെയും പ്രകടനങ്ങളെ വെബ് സീരീസ് തീരുന്നിടത്ത് നിന്നാണ് നമ്മൾ റിവേഴ്സ് ശരിക്കും ആലോചിച്ച് പോവുക, അല്ലെങ്കിൽ ആലോചിച്ച് പോകേണ്ടത്. അങ്ങനെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാവരും ഗംഭീരമായിട്ട് അവരുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. മീന ഈ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രസീവ് ആയിട്ടുള്ളൊരു പ്രകടനം ആസ് എ മദർ, അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ അമ്മ എന്ന് പറയുന്നതിൻ്റെ പല വേരിയേഷൻസ് നമ്മൾ ഈ സിനിമയിൽ വെബ് സീരീസിൽ കാണുന്നുണ്ട്. അതൊക്കെയും അവർ ഗംഭീരമായിട്ട് ചെയ്തു. സഞ്ജന ദിബു, അവരെ ഞാൻ മൂത്തോൻ കണ്ട അന്ന് മാർക്ക് ചെയ്തതാണ് ഇവരൊരു എക്സെപ്ഷണൽ പെർഫോമറാണ് എന്ന് പറയുന്നത്. അതിന് ഒരു ചലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ വെബ് സീരീസ് എന്ന് നമുക്ക് സംശയം തോന്നും. കാര്യം അത്രയും ഈസി ആയിട്ട് അവർ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അത്രയും ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെ അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഹക്കിം ഷാ ഈ പറയുന്നൊരു ഒരു സാധനമുണ്ട്, അത് അയാൾ കൃത്യമായിട്ട് പിടിച്ചു പോയിട്ടുണ്ട്. അതുപോലെ മറ്റ് കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളാണെങ്കിലും എല്ലാവരും വളരെ നല്ല പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടുള്ളൊരു വെബ് സീരീസാണ്. ഈവൻ ചുമ്മാ ഒരൊറ്റ ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് വരുന്ന ഇപ്പോൾ ഒരു റാൻഡം പോലീസുകാരനെ എടുത്താൽ പോലും അയാളും വളരെ നന്നായിട്ടാണ് അതിനകത്ത് പെർഫോം ചെയ്യുന്നത്, ചില നോട്ടങ്ങൾ പോലും. പിന്നെ ഈ വെബ് സീരീസിൻ്റെ ഒരു സ്റ്റോറി ലൈൻ, കഥ പറച്ചിൽ രീതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ട്രെയിലർ കണ്ടിട്ടുള്ളതുകൊണ്ട് അതിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പിന്നെയും പറഞ്ഞു പോകുമ്പോൾ അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 1-2 ഇടങ്ങളിൽ ശരിക്കും സ്കിപ്പ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അടുത്ത് എന്താണെന്ന് പറയൂ. അതുപോലെ ഈ സ്വപ്നമാണോ റിയാലിറ്റി ആണോ എന്ന് കഥാപാത്രം കൺഫ്യൂസ്ഡ് ആവുന്ന ചില സ്ഥലങ്ങളിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇത് സ്വപ്നമായിരിക്കും അല്ലെങ്കിൽ ഇത് ശരിക്കുള്ളതായിരിക്കും. അപ്പോഴും നമുക്ക് ഈ സ്കിപ്പ് ചെയ്യാനുള്ളൊരു ത്വര വരും. കാര്യം OTT പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മുടെ കയ്യിലാണല്ലോ കൺട്രോൾ. ഞാൻ സ്കിപ്പ് ചെയ്തില്ല, സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ട്രെയിലർ കണ്ടതുകൊണ്ട് എനിക്കിതറിയാം. അപ്പോൾ പിന്നെ അത് ആവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ അതൊന്ന് മാറ്റി നിർത്തിയാൽ എൻഗേജിങ് ആയി തന്നെ പോകുന്ന, അടുത്തത് എന്തെന്നറിയാനൊരു ആകാംക്ഷയിൽ നമ്മളിങ്ങനെ നിലനിർത്തി പോരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് വെബ് സീരീസ് അത് മുഴുവനായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള പല സിനിമകളിലും, ഇപ്പോൾ സിനിമ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ തുടക്കത്തിൽ കാണുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല, ചിലപ്പോൾ ബോറടിച്ചു എന്ന് വരും, ലാഗായിട്ട് തോന്നിയെന്ന് വരും. പക്ഷേ ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇഴച്ചിലിൻ്റെ കാരണം മനസ്സിലാവുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എനിക്ക് നെഗറ്റീവായി ഫീൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മറക്കത്തക്ക രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് വെബ് സീരീസ് തരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ തുടക്കത്തിൽ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുകയാണ്, ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് വാച്ച്. നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവാൻ പറ്റുന്ന റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സുള്ള, ആ ക്യാരക്ടേഴ്സിനെ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുള്ള, ഇതിൽ ഈ 17കാരികളായിട്ടുള്ള പെൺകുട്ടികളുടെ ഇടയിലെ കോൺവെർസേഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഗംഭീര പ്രകടനങ്ങൾ, മികച്ചൊരു ടെക്നിക്കൽ ടീം, ഇതെല്ലാം അസംബിൾ ചെയ്ത് വരുന്ന ഒരു വെബ് സീരീസ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളിത് ഓൾറെഡി കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് ഇത് കാണണോ വേണ്ടിയോ എന്ന് തീരുമാനം എടുക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ടാകും, അവർക്കതൊരു വലിയ സഹായമാവും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.